കേബിൾ കംപ്ലൈൻ്റ് ആണ്. ഈ കേബിളിൻ്റെ വയർ കിടക്കണമെങ്കിൽ 3 നിന്ന് 4 അതായത് ഇങ്ങനെ ഇതാണ് ലൂപ്പാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്. അതായത് 6 നിന്ന് 6 വരുന്നതിന് പകരം 6 നിന്ന് 5 5 നിന്ന് 6 വന്നേക്കുന്നത്. അതായത് ഇങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കേബിൾ ടെസ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേബിൾ കണ്ടുപിടിക്കാനും ആ ഒരു ലാൻ കേബിളിലെ കണക്ടിവിറ്റി എല്ലാ കേബിളും ഒരേപോലെയാണോ, കണക്ഷൻ ഒരേപോലെയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഇത്തരം ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലത്തെ ആ ഒരു കേബിൾ ടെസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിട്ട് വളരെ ഉപകാരമാണ്. ലാൻ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള കേബിൾ ടെസ്റ്റർ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം, കാരണം വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ നമ്മൾ ഇന്നിവിടെ വീഡിയോ പറയാൻ പോകുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ ടെസ്റ്റർ അല്ലെങ്കിൽ ട്രേസറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഇതാണ് ഈ കാണുന്ന ആ ഒരു കേബിൾ ടെസ്റ്റർ. ഇതിൻ്റെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേബിൾ ടെസ്റ്ററിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊരു പ്രൈസ് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കേബിൾ ടെസ്റ്ററിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. എന്നാൽ അത്ര അധികം ഒരു പ്രൈസ് ഇതിന് വരുന്നില്ല. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് പുറമെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. ഇതിനൊരു 3 പോർഷനായിട്ടാണ് വരുന്നത്. ഈ ഒരു മെയിൻ പോർഷൻ, പിന്നെ ഒരു ടോണർ, അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു പോർഷൻ, ഇങ്ങനെ 3 പോർഷനായിട്ടുള്ള ഒരു ടെസ്റ്ററാണിത്. അപ്പോൾ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടെസ്റ്ററിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ടെസ്റ്റർ. അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും വേണം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നോക്കാം. ഈ ഡിവൈസ് ഈ ഒരു 3 പോർഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇതൊരു ടോണർ, ഇത് പവർ ഓൺ ചെയ്യണത് ജസ്റ്റ് ഞെക്കി പിടിച്ചാൽ തന്നെ അത് പവർ ഓൺ ആവും. അതുപോലെ തന്നെ ഇതാ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, ഇതിനും ഇതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നെങ്കിൽ അതിന് പവർ ആവും. ഇതുണ്ടല്ലേ, പെട്ടെന്ന് തന്നെ ഓൺ ആവും. ഇത് അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് പോർഷൻ മാത്രമാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 3 AAA ബാറ്ററികളാണ് വരുന്നത്. ഈ കാണുന്ന 3 AAA ബാറ്ററികളാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അതായത് അതിൻ്റെ മെയിൻ പോർഷനിൽ ഈ ഒരു 3 AAA ബാറ്ററികളാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇതതിൻ്റെ ടോണർ പോർഷനാണ് നമ്മൾ നേരത്തെ പവർ ഓൺ ചെയ്തത്. ഇതിനകത്ത് ആ 3 ഡിജിറ്റലായിട്ട്, അനലോഗായിട്ട്, NCV, ഇങ്ങനെ 3 ടെസ്റ്റിംഗ് മോഡുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് നോർമലി ഡിജിറ്റലാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തും ഒരു പവർ, ഒരു 9 വോൾട്ടിൻ്റെ ഇതുപോലെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഈ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്കൊരു പവർ ഓൺ ചെയ്യാനായിട്ട് ഇതിന് വേണ്ടത്. പിന്നെ പവർ ഓൺ ഒരു പവറിന് വേണ്ടത് ഇതാണ്. ജസ്റ്റ് ഞെക്കുമ്പോൾ തന്നെ ഇത് ഓൺ ആവും. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയൊരു ഹെഡ്സെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കേബിളുകൾ, ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കേബിളുകളും നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ബോക്സ്. ഈ ബോക്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനങ്ങൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ ഈ ബോക്സ് നമുക്ക് വെക്കാം. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ ടെസ്റ്ററിനെ പോലെ തന്നെ ഈ ഒരു ടെസ്റ്ററും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന 2 ഫംഗ്ഷനുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് സ്കാൻ, ലെങ്ത്, കോണ്ടാക്ട്. സ്കാൻ നമുക്കറിയാം. അതായത് കുറേ കേബിളുകൾ, അതായത് ഒരുപാട് ലാൻ കേബിളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കേബിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്കാനിലാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സ്കാനിലിട്ടിട്ട് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിംഗ്, ഫ്ലാഷ്, POE, കോണ്ടാക്ട്, സ്കാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ലാൻ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്കാനിലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആ സ്കാനിലത് പ്ലഗ് ചെയ്യുക. ഓക്കെ, സ്കാനിൽ പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്കാൻ സെലക്ട് ചെയ്യണം. അതായത് നോക്കുക, ഇതിനകത്ത് സ്കാൻ ഓക്കെ അടിക്കുക. സ്കാനിൽ വരുമ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. ഈ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ സെലക്ട് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ഈ ഡിവൈസ് നമ്മൾ നേരെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വോയിസ് ഒരു ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ഈ ഡിജിറ്റലിൽ തന്നെ ആയിരിക്കണം കിടക്കുന്നത്. എന്നാലാണ് ഈ ഒരു സൗണ്ട് കേൾക്കുള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ വോളിയം ഫുള്ളാണോ എന്ന് നോക്കുക. അതിൻ്റെ വോളിയം ഫുള്ളായിരിക്കണം. അതിന് പുറമെ ആ ഒരു ഡിജിറ്റലിലായിരിക്കണം കിടക്കുന്നത്. ഡിജിറ്റലിൽ നോക്കുമ്പോൾ ഡിജിറ്റലിലായിരിക്കണം, അനലോഗ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ആ സ്കാനിൽ കണക്ട് ചെയ്തു, കണ്ടില്ലേ, അതായത് ആ ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും നോർമലി ഇങ്ങനെ ഇതുപോലെ ഉണ്ടാകുന്നത്. അതിനെ ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ബ്ലൂ ആയി. ഇനിയിപ്പോൾ ഒരുപാട് കേബിൾ കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ വേറെ കേബിളിലൊന്നും നോക്കുമ്പോൾ ആ റെഡ് ലൈറ്റ് തന്നെയാണ് കത്തിയിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു കേബിളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കണ്ടില്ലേ, ആ ഒരു കേബിളിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അത് ആ ഒരു ബ്ലൂ ലൈറ്റ് ആയി. കണ്ടില്ലേ, ബാക്കി കേബിളിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ റെഡ് ലൈറ്റ് ആണ്. ആ ഒരു സൗണ്ടും അവിടെ ഉണ്ടായില്ല.
പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബ്ലൂ ലൈറ്റിലോട്ട് വരികയും ആ ഒരു സൗണ്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഒരു സ്കാൻ. അപ്പോൾ ഒരുപാട് വയറുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ വയറിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്കാൻ എന്നൊരു ഓപ്ഷൻ വെച്ചിട്ട് ഇവിടെ സാധിക്കുന്നു. ഇനി നമുക്ക് ആ സ്കാനിൽ നിന്ന് മാറ്റിയിടാം. നമ്മളത് ഊരിയാണ്, ആ ഒരു ലാൻഡ് കേബിൾ ഊരി. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് പോവാം. ഓക്കെ അടിക്കാം. ബാക്ക് അടിക്കുന്ന ഈ ഒരു ബട്ടണാണ്. ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത്തിലോട്ട് പോവുകയാണ്. ഇനി അടുത്തത് നമുക്ക് ലെങ്ത്തിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു 2 മീറ്ററിന് മേളിലുള്ള കേബിളുകൾ വേണം നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ആ ലെങ്ത്ത് എല്ലാത്തിൻ്റെയും പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഇപ്പോൾ ലെങ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ലെങ്ത്ത് കേബിൾ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടുന്ന് ആ ഒരു ടെസ്റ്റ് എടുക്കുക. Cat 5 ആണോ Cat 6 ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കേബിൾ Cat 6 ആണ്. അപ്പോൾ അതനുസരിച്ച് അത് മാറ്റണം. Cat 6 മാറ്റി. എന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുക. യൂണിറ്റ് മീറ്ററിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വരും. കേബിൾ ഓപ്പൺ ഓർ ലെങ്ത് ഈസ് ബിയോണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ കൂടുതൽ കേബിളായിട്ടായിരിക്കണം, അല്ലെങ്കിൽ കേബിളെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കേബിൾ ഡിറ്റക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഒന്നുകൂടി അഴിച്ചു കുത്താം. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പ്രസ് ആയിട്ടില്ല. ടെസ്റ്റിംഗ് പിന്നെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മീറ്റർ വരുന്നത്. 2 മീറ്റേഴ്സോളം ലെങ്ത് ഉള്ള ഒരു കേബിളാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു കേബിളിൻ്റെ ആ ഒരു മീറ്ററും ഇതിനകത്ത് കണ്ടുപിടിക്കാം. പിന്നെ അടുത്ത് വരുന്നതാണ് കോണ്ടാക്റ്റ്. കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കേബിളും പ്രോപ്പർ ആണോ എന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് ഊരിയാണ്. നമ്മൾ നേരത്തെ കുത്തിയ ഒരു പാച്ച് കോഡ് കോണ്ടാക്റ്റിൽ കൊടുക്കുകയാണ്. കോണ്ടാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു പോർട്ട് ഉണ്ട്. ആ കോണ്ടാക്റ്റിൽ ഇത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോണ്ടാക്റ്റിലോട്ട് കണക്ട് ചെയ്യുക. കോണ്ടാക്റ്റ് കൊടുക്കുക. കോണ്ടാക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വേറൊരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ, ഈ ഒരു പോർഷൻ അതിനുവേണ്ടി ഉപയോഗിക്കും. ആ ഒരു ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞു. ഈ ഒരു ചെറിയ പോർഷനിൽ ആ കേബിളിൻ്റെ അറ്റം കണക്ട് ചെയ്യുക. അതായത് കോണ്ടാക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ രണ്ട് സൈഡിലും ടെസ്റ്റ് ചെയ്യാൻ ആ ഒരു കേബിൾ നമ്മൾ പഞ്ച് ചെയ്തേക്കുന്നത് കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ രണ്ട് സൈഡിലും നമ്മളിതുപോലെ ടെസ്റ്റ് ഇടണം. ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്യണം. ഈ എൻഡിലും കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് ഡിവൈസ് ഉള്ളവർക്കും കണക്ട് ചെയ്യണം. അതിനുശേഷം ആ ഒരു കോണ്ടാക്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പ്രസ് ഓക്കെ ടു കണ്ടിന്യൂ കൊടുത്തേക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഇത് കണ്ടില്ലേ, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാ കേബിളും കറക്റ്റാണ്. അതായത് എല്ലാ രണ്ട് എൻഡിലെയും കേബിളുകൾ, അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം 8 വയറുണ്ട്. ആ 8 വയറും കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 1-ൽ 1 2-ൽ 2 3-ൽ 3 4-ൽ 4 5-ൽ 5 6-ൽ 6 അങ്ങനെ കറക്റ്റായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. 8 വയറും 8 വന്നില്ല, ക്രോസ് എന്ന് പറഞ്ഞിട്ടില്ല. ക്രോസ് ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ക്രോസ് കാണിക്കും. അതായത് 4-ൽ 6 6 ഇങ്ങനെ ക്രോസ് കാണിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ആണെങ്കിൽ 3-ൽ 4 അങ്ങനെ ഷോർട്ടായിട്ട് അത് കാണിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഒരു കേബിൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഒരു കംപ്ലൈൻറ്റ് കേബിൾ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു കേബിൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. കോണ്ടാക്റ്റിൽ കണക്ട് ചെയ്തു. ഇനി ആ ചെറിയ പോർഷൻ നമ്മൾ ആ വയറിൻ്റെ അപ്പുറത്തെ എൻഡ് നമ്മൾ ആ ചെറിയ പോർഷനിൽ കണക്ട് ചെയ്തു. ആ ഡിവൈസിൻ്റെ മറ്റൊരു എൻഡിൽ കണക്ട് ചെയ്തു. അപ്പോൾ രണ്ട് എൻഡിലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോണ്ടാക്റ്റ് നോക്കാം, ഇതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയുണ്ടെന്ന്. ഇത് കംപ്ലൈൻ്റ് ഉള്ള കേബിൾ ആയിരുന്നു. നമുക്ക് നോക്കാം എന്താ കാണിക്കണേ നോക്കാം. കോണ്ടാക്റ്റിൽ ഓക്കെ കൊടുക്കുക. വെയിറ്റ്, ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തന്നെ കാണാം. ഇത് കേബിൾ കംപ്ലൈൻ്റ് ആണ്. ഈ കേബിളിൻ്റെ വയർ കിടക്കണമെങ്കിൽ 3-ൽ 4 4 അതായത് ഇങ്ങനെ ഇതാണ് ലൂപ്പാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്. അതായത് 6-ൽ 6 വന്നതിനും 6-ൽ 5 5-ൽ 6 വന്നേക്കുന്നത്. അതായത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇത് ക്രിമ്പ് ചെയ്തേക്കുന്നത്. അതായത് ക്രിമ്പ് ചെയ്തേക്കുന്നതിന് മിസ്റ്റേക്കാണ്. ഇത് തെറ്റായിട്ടാണ് ഇത് ക്രിമ്പ് ചെയ്തേക്കുന്നത്. ഈ ഒരു വയറുകൾ കണ്ടറിയാം, അത് തെറ്റായിട്ടാണ് അത് ക്രിമ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് റണ്ണിൽ കണ്ടുപിടിക്കാം. കണ്ടില്ലേ, പല രീതിയിലാണ് ആ ഒരു തെറ്റായിട്ടാണ് ക്രിമ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ വയർ മുട്ടിയിട്ടുമില്ല, കാണുന്നേ ഇല്ല. എക്സാ കാണിക്കുന്നത് അവിടെ വയർ വന്നിട്ടില്ല. വയർ കണക്ടിവിറ്റി പോലും പ്രോപ്പർ ആയിട്ടില്ല. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ടെസ്റ്റുള്ള ഏതൊക്കെ വയറാണ് തെറ്റിപ്പോയേക്കുന്നത്, അതായത് ക്രിമ്പ് ചെയ്തേക്കുന്നതിൽ ഏത് വയറാണ് കറക്റ്റായിട്ട് വരാതെ തെറ്റിപ്പോയെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ടെസ്റ്റാണ് ഇൻ ദാറ്റ് വേ. ഓക്കെ, ഇനി ഇതിനകത്ത് അടുത്ത് വരുന്നത് പറഞ്ഞാൽ POIയുടെ ആണ്. POIയുടെ ഒരു ഫംഗ്ഷനാണ് വരുന്നത്. POIയുടെ ഫംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഫ്ലാഷും വരുന്നുണ്ട്, POയും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ആദ്യം ഞാൻ കാണിച്ചു തരാം.
അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു വയർ ഞാൻ ഫ്ലാഷിൽ കണക്ട് ചെയ്യാൻ, ഫ്ലാഷ് എല്ലാത്തിനും അതിൻ്റെതായ കണക്റ്റ് സ്വിച്ച് ഉണ്ട് കേട്ടോ. ഫ്ലാഷിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പി ഒ സ്വിച്ചിലാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് പി ഒ സ്വിച്ച് കാണുന്ന ഈ ഒരു കറുത്ത വയറാണ് ആ ഒരു ഫ്ലാഷിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വയർ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫ്ലാഷ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒരുപാട് വയറുകൾ നമ്മൾ സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഫ്ലാഷ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാം. അതായത് ഇപ്പോൾ ഫ്ലാഷ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, എന്നിട്ട് ലിങ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കും. ഇവിടെ ബ്ലിങ്ക് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിങ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർട്ട് ഫ്ലാഷ് ചെയ്യണം കാണാം. കുറച്ച് മെറ്റീരിയലില്ലേ പോർട്ട് ഫ്ലാഷ് ചെയ്യണുണ്ടല്ലോ. ഇതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തും ഫ്ലാഷ് ചെയ്യണം കാണാൻ പറ്റും. കണ്ടോ ഫ്ലാഷ് ചെയ്യണം നോക്കി, ആ ഒരു പോർട്ട് ഫ്ലാഷ് ചെയ്യണുണ്ടോ, കണ്ടോ ആ ഒരു ലൈറ്റ് കത്തണുണ്ടോ. അപ്പോൾ ഇത് ഒരുപാട് സ്വിച്ചിൽ ഒരുപാട് വയറൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു വയർ നമ്മൾ ആ സ്വിച്ചിൽ ആ ഒരു വയർ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വയർ മാത്രം നമുക്കത് മനസ്സിലാവും ഏതാണ് വയർ എന്നുള്ളത്. അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫ്ലാഷിങ്ങിലൂടെ നടക്കും. ഫ്ലാഷിങ് വളരെ വളരെ ഒരു എളുപ്പത്തിൽ വയർ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഒരു ഐഡിയ ആണ്, ടെക്നിക്കാണ് ഈ ഒരു ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. ഫ്ലാഷിംഗ് വളരെ എന്തായാലും മനസ്സിലാക്കിയിരിക്കും. ഈ ഒരു ഡിവൈസിൽ വരുന്ന എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫ്ലാഷിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഫ്ലാഷിംഗ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മളൊരു റൂമിലുള്ള ഒരു വയറാണ്, അതിൻ്റെ സ്വിച്ചിൽ ഏത് വയറാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഫ്ലാഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ചിലും ഇതുപോലെ തന്നെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിലും കാണിക്കും. ഇതിപ്പോൾ കാണിക്കുന്നത് 100 എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജിഗാബിറ്റ് ആണ്. ഇതിനകത്തേക്ക് ഈ ഒരു കേബിൾ കാറ്റ് 5 അല്ല കാറ്റ് 6 ആണ്. ജിഗാബിറ്റ് കേബിൾ ആണെങ്കിൽ ജിഗാബിറ്റിൻ്റെ കണക്ഷൻ സാധ്യമാകുന്നതാണ് എന്നൊക്കെയാണ് കാണിച്ചേക്കുന്നത്. FDS ആണ്, ഫുൾ ഡുപ്ലക്സ് ആണ് കാണിച്ചേക്കുന്നത്. ആ സ്പീഡ് വരുന്നത് ഫുള്ളിലാണ്. അതാണ് ആ ഒരു ഇതിൽ ഫ്ലാഷിലൊക്കെ അതും കൂടി കാണിക്കും. ആ ഒരു കേബിൾ ജിഗാബിറ്റിലാണോ അതിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലെങ്കിൽ നോർമൽ ആണോ എന്നും കൂടി അതിനകത്ത് കാണിക്കും. പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പുറമെ തന്നെ വേറൊരു ഫംഗ്ഷനാണ് PoE ഫംഗ്ഷൻ. അതായത് ആ ഒരു സ്വിച്ചിൽ കൂടി എത്ര വോൾട്ട് വരുന്നുണ്ടെന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു കേബിൾ ഈ ഒരു PoE സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു കറുത്ത കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര വോൾട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കണക്ടിവിറ്റി കണക്ട് ചെയ്യാനായിട്ട് ആ PoE എന്ന് പറഞ്ഞൊരു പോർട്ട് ഉണ്ട്, അവിടെ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മൾ ആ PoE എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, PoE എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ കാണാം ആ ഒരു പോർട്ടിൽ നിന്ന് വരുന്നത് ഈ പറഞ്ഞ +43.0.54 ആ ഒരു DC വോൾട്ടേജ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഈ വയറിൽ, അതായത് ഈ കാണുന്ന വയറിൽ ഏതൊക്കെ വയറിലാണ് PoE അല്ലെങ്കിൽ കറണ്ട് പോകുന്നത് എന്നുള്ളതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന 1, 2, 3, 6 ഈ ഒരു 4 വയറിലാണ് ഈ വയറിൽ PoE വരുന്നത്. ഈ വയറിൽ കൂടിയൊക്കെയാണ് ഈ PoE വരുന്നത്, PoE കണക്ഷൻ വരുന്നത്. അതായത് കറണ്ട് വരുന്നത് ഈ വയറിൽ കൂടിയാണ്. അതിൻ്റെ PoEയുടെ സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ IEEE സ്റ്റാൻഡേർഡ് ആണ് അത് വരുന്നത്. 802 3AF എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡാണ് PoE സ്റ്റാൻഡേർഡ് വരുന്നത്. ഇത്ര വോൾട്ടേജ് ആണ് നമുക്ക് ഈ ഒരു ആ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു പോർട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു PoE നമുക്ക് എടുക്കാനും ഈ ഒരു ഈ ഒരു ഡിവൈസിലൂടെ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പർച്ചേസിങ് ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ടോണറും ഈ ഒരു മെയിൻ പോർഷനും അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പോർഷൻ നടക്കുന്ന ഈ ഒരു 3 പോർഷനായിട്ടാണ് ആ ഒരു ബാഗിൽ നമുക്ക് ഇതൊരു ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ കിട്ടുന്നത്. ഏതൊരു നെറ്റ്വർക്ക് നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിലും ഇത് വളരെ ഉപകാരപ്പെട്ട ഒന്നായിരിക്കും. സാധാരണ ടെസ്റ്ററിനേക്കാളും ടോണറിനേക്കാളും ഇത്തരം ടെസ്റ്ററുകൾ ടോണറുകൾ വളരെ ഉപകാരപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു കേബിൾ ടെസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് പറഞ്ഞു തരാനായിട്ട് ഈ വീഡിയോയിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതിൻ്റെ പർച്ചേസിങ് ലിങ്കിലാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ അതിൻ്റെ ആമസോൺ ലിങ്ക് അയച്ചു തരാം. വളരെ ഉപകാരപ്പെട്ട ഒരു ഡിവൈസുകളിൽ ഒന്നാണ് ഈ ഒരു കേബിൾ ടെസ്റ്റർ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അത് നെറ്റ്വർക്കിൻ്റെ ആവാം, CCTVയുടെ ആവാം. അപ്പോൾ ഇത്തരം വീഡിയോസുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.